ഗുണ്ടാ സ്റ്റൈലിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പിറന്നാൾ ആഘോഷം. റോഡിൽ വാളുപയോഗിച്ച് പിറന്നാൾ കേക്ക് മുറിച്ചു. ഗുണ്ടാ നേതാക്കൾക്കൊപ്പമാണ് കേക്ക് മുറിച്ചത്. പള്ളിച്ചൽ ഗോകുൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് വിവാദ പിറന്നാൾ ആഘോഷം നടത്തി. വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിർബൻ, ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഗോകുൽ, പള്ളിച്ചൽ ഗോകുൽ, ഈ ഗുണ്ടകളുമായി നിരന്തരം അടുപ്പമുള്ളയാളാണോ? ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾപ്പെട്ടയാളാണോ ഈ ഗോകുൽ? ഇത് സിജു, നമ്മൾ അതിന്റെ വിഷ്വൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ പാരൂർക്കുഴി ജംഗ്ഷനിൽ വാൾ ഉപയോഗിച്ച് ഈ പള്ളിച്ചൽ ഗോകുൽ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ പള്ളിച്ചൽ ഗോകുലിനൊപ്പം തന്നെ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് നിരവധി ഗുണ്ടാ കേസുകളിലടക്കം, ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളാണ്. ഒപ്പം തന്നെ ഈ ഒപ്പമുള്ള അവരെല്ലാം നിരവധി കഞ്ചാവ് കടത്ത് കേസ്, അങ്ങനെയുള്ള സമാനമായ പിടിച്ചുപറി അടക്കമുള്ള അതിക്രമ കേസുകളിലെ പ്രതികളായി നിരവധി കേസുകൾ നിലനിൽക്കുന്ന ആളാണ്. ഇവർക്കൊപ്പമാണ് ഈ പള്ളിച്ചൽ ഗോകുൽ എന്ന് പറയുന്ന പഴയ KSC നേതാവ്, ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. മാത്രമല്ല, ഈ പള്ളിച്ചൽ ഗോകുൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ മത്സരിച്ച ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിനെതിരെ മറ്റ് അടിപിടി കേസുകൾ ഉണ്ട് എന്നതാണ്, സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട് എന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണ്ടകളുമായി അത്രയേറെ അടുത്ത ബന്ധം, സാമൂഹ്യ വിരുദ്ധരുമായി ഇത്തരത്തിൽ ഗുണ്ടാ കേസിലെ KD ലിസ്റ്റിലടക്കമുള്ള ആ പ്രതികളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് പള്ളിച്ചൽ ഗോകുൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ പരൂർക്കുഴി ജംഗ്ഷനിൽ വെച്ച് നടു റോഡിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആഘോഷം നടത്തുന്നത്. ഈ ഗുണ്ടകളൊക്കെ തന്നെ ഇങ്ങനെ ആഘോഷം നടത്തുന്നത് വാൾ ഉപയോഗിച്ചും വടിവാൾ ഉപയോഗിച്ചൊക്കെ തന്നെ കേക്ക് മുറിച്ച് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പിറന്നാൾ ആഘോഷം നടത്തുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പള്ളിച്ചൽ ഗോകുലിന്റെ സുഹൃത്തുക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പിറന്നാൾ ആഘോഷത്തിന്റെ വിവാദ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ താഴെ പള്ളിച്ചൽ ഗോകുൽ തന്നെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിട്ടുള്ള, നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളും കാണാം. ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. വാൾ ഉപയോഗിച്ച് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിൽ ലഭിച്ചു. ആ ദൃശ്യങ്ങളിൽ ഈ പാരൂർക്കുഴി ജംഗ്ഷനിൽ ഈ പള്ളിച്ചൽ ഗോകുൽ തന്നെ വാൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഒരു ഇറങ്ങിയ സിനിമയിൽ സമാനമായ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ സമാനമായി പ്രചരിച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഗുണ്ടാ ലിസ്റ്റിലും KD ലിസ്റ്റിലും ഒക്കെ ഉള്ള കാപ്പ കേസിലെ പ്രതികളടക്കം ഇങ്ങനെ ഗുണ്ടകളെല്ലാം ഒന്നിച്ചുകൂടി ഒരിടത്ത് കേക്ക് മുറിക്കുന്നതും അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതടക്കം തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നിട്ടുണ്ട്. സമാനമായി അത്തരത്തിൽ ഒരു പിറന്നാൾ ആഘോഷ പരിപാടി നടു റോഡിൽ വെച്ച് ഇങ്ങനെ വാൾ ഉപയോഗിച്ച് കേക്ക് മുറിക്കുകയും ഒപ്പം തന്നെ ഈ നടു റോഡിൽ വെച്ച് റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ടായിരുന്നോ ഈ പള്ളിച്ചൽ ഗോകുലിന്റെ ഈ പിറന്നാൾ ആഘോഷം? ഈ പാരൂർക്കുഴി ജംഗ്ഷനിൽ രാത്രിയോടെയാണ് പിറന്നാൾ ആഘോഷം. റോഡിന്റെ നടുക്ക് വെച്ച് തന്നെയാണ്, ജംഗ്ഷനിൽ വെച്ച് തന്നെയാണ് ഈ പിറന്നാൾ ആഘോഷം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചത്. അത് നടത്തുന്നത് റോഡിലാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ കുറവാണ്. പക്ഷേ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ കഞ്ചാവ് കടത്തിലും വിവിധ തരത്തിലെ രാസലഹരി അടക്കം കടത്തുന്ന ആ പ്രദേശത്ത് വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രതികളാണ്. ഇവർക്കെതിരെ ഈ അതിക്രമങ്ങളും പിടിച്ചുപറിയും ഒപ്പം തന്നെ ലഹരിക്കടത്ത് ഒപ്പം ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. ആ പ്രദേശത്ത് തന്നെ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ കേസിലെ പ്രതികൾക്കൊപ്പം ഗുണ്ടാ ലിസ്റ്റിലുള്ള പലർക്കും ഒപ്പമാണ് ഈ പള്ളിച്ചൽ ഗോകുൽ പിറന്നാൾ ആഘോഷം നടത്തുന്നത്. ഈ നിർവൻ, ഈ ഗുണ്ടാ നേതാക്കൾ അല്ലാതെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ പള്ളിച്ചൽ ഗോകുലിനൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ? തീർച്ചയായും അത് ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ, സജീവമായി നിൽക്കുന്ന ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് പ്രവർത്തകരൊന്നും ആ പ്രദേശത്ത് ആ സമയത്ത് ഈ പിറന്നാൾ ആഘോഷത്തിൽ ഇല്ല എന്നാണ് നമ്മൾ പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പള്ളിച്ചൽ ഗോകുൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. അത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് പദവി വഹിക്കുന്ന ആളാണ്. KSCയുടെ ജില്ലാ നേതാവായിരുന്നു. അദ്ദേഹം നിരവധി സമരങ്ങൾക്ക്, സെക്രട്ടേറിയറ്റിലുള്ള സമരങ്ങൾക്കടക്കം പോലീസിനെ അതിക്രമിക്കുന്ന നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് ഈ പള്ളിച്ചൽ ഗോകുൽ. ഈ കേക്ക് മുറിക്കുന്ന സംഭവത്തിൽ കൂടെ ഉള്ളവരെല്ലാം സജീവമായി നേതൃത്വ തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരൊന്നും ഇല്ല, മറിച്ച് പ്രാദേശികമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഗുണ്ടാ സ്റ്റൈലിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പിറന്നാൾ ആഘോഷം. റോഡിൽ വാൾ ഉപയോഗിച്ച് പിറന്നാൾ കേക്ക് മുറിച്ചു. ഗുണ്ടാ നേതാക്കൾക്കൊപ്പമാണ് പള്ളിച്ചൽ ഗോകുൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പിറന്നാൾ കേക്ക് മുറിച്ചത്.